നമ്മൾ നാരായണീയത്തിൽ ചൊല്ലുന്നത് 39ാമത്തെ ദശകമാണ്. രാധ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഓം ക്ഷീരോദന്വത്പ്രദേശേ ശുചിമണിവിലസത്സൈകതേ മൗക്തികാനാം മാലാക്ലുപ്താസനസ്തസ്ഫടികമണിനിഭൈः മൗക്തികൈർമണ്ഡിതാംഗ ശുഭ്രൈരഭ്രൈരദഭ്രൈരുപരി വിരചിതൈः മുക്തപീയൂഷവർഷൈः ആനന്ദീനഃ പുനീയാദരിനളിനഗദാ ശംഖപാണിർമുകുന്ദഃ. ക്ഷീരസാഗരതീരേ രത്നങ്ങൾ പ്രോജ്വലിക്കും സ്നിഗ്ധം വെൺമണൽ തിട്ടമേൽ തിളങ്ങും വെള്ളപ്പവിഴമാലകൾ ചാർത്തി നിൽക്കുന്നു വിഷ്ണു ഭഗവാൻ. ശുഭ്രമാം മേഘക്കൂട്ടങ്ങൾ തീർത്തു മുകളിൽ കമാനം പൊഴിഞ്ഞു അമൃതമഴ നിൽക്കുന്നു ശംഖചക്രഗദാ പങ്കജധാരിയായി ആനന്ദമുക്തി സ്വരൂപൻ ശ്രീമുകുന്ദൻ. ഭൂപാദൗ യസ്യ നാഭിർവ്യദസുരനിലചന്ദ്രസൂര്യൗ ച നേത്രേ കർണാവാശാശിരോദൗർമുഖമഭിദഹനോ യസ്യ വാസ്തേയമസ്തിഃ അന്തസ്തം യസ്യ വിശ്വം സുരനരഖഗോ ഭോഗി ഗന്ധർവദൈത്യൈः ചിത്രം രമ്യതേ തം ത്രിഭുവനവപുഷം വിഷ്ണുമീശം നമാമി. ഭഗവൻ നിൻ പാദങ്ങൾ ഭൂമി, ആകാശം നിന്റെ നാഭി, ശ്വാസമോ വായുവത്രേ, ശിരസ്സോ ദേവലോകം. ചന്ദ്രാർക്കദ്വന്ദ്ങ്ങൾ കൺകൾ, ദിക്കുകൾ കർണങ്ങളും, അഗ്നി നിൻ വദനമാകുന്നു, ഉദരം സമുദ്രവും. നിന്നിൽ നിലകൊള്ളുന്നു വിശ്വമെല്ലാം ഒരു ലീല എന്ന പോൽ. ദേവമാനുഷ ഖഗോരക പശുഗന്ധർവ ദൈത്യാദികൾക്കും വിളയാടാനുയിരുമിടവും കനിഞ്ഞേകിയോനെ കൈതൊഴാം. ത്രിലോകമൂർത്തിയായി വിശ്വം ദേഹമാക്കിയ വിഷ്ണുവേ ഹരിയോ. ഓം ഗണപതേ നമഃ. ഭക്താർക്കിനാശനപരായ ഗണേശ്വരായ സർവേശ്വരായ ശുഭദായ സുരേശ്വരായ വിദ്യാധരായ വികടായ ച നർത്തനായ ഭക്തപ്രസന്നവരദായ നമോ നമസ്തേ. ഓം സംസരസ്വത്യേ നമഃ. മുദ്രാ പുസ്തകഹസ്താഭ്യാം ഭദ്രാസനകൃതി സ്ഥിതേ പുരസ്സരേ സദാ ദേവി സരസ്വതി നമോസ്തുതേ. ഓം ഗും ഗുരുഭ്യോ നമഃ. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീവാസുദേവ ധരണീധര ചക്രപാണേ വാരാഹസിംഹ രഘുനന്ദന പത്മനാഭ ശ്രീകൃഷ്ണ രാമ മധുസൂദന ദേവദേവ ദേവേശ കേശവ സുരേശ ഹരേ നമസ്തേ. നാരായണീയം ദശകം 39 ഗോകുലയാത്ര. ഭവന്തമയമുദ്വഹൻ യദുകുലോദ്വഹോ നിസ്സരൻ ദദർശ ഗഗനോച്ചലജ്ജലഭരാം കളിന്ദാത്മജാം അഹോ സലില സഞ്ജയ സ പുനരൈന്ദ്രജാലോദിതോ ജലൗഘ ഇവ തത്ക്ഷണാത് പ്രപദമേയതാം ആയയൗ. യദുകുലശ്രേഷ്ഠനാം വസുദേവർ കുഞ്ഞിനെ കരങ്ങളിലെടുത്തു നീങ്ങവേ നിറയമുനയിൽ മാനം മുട്ടും വിധം ജലപ്രവാഹമലകൾ ഉയർന്നു കാണായി. എന്നാൽ
ഇന്ദ്രജാലകൃതമാം പ്രളയം ചടുതി മറയും പോലെ തവ പിതാ കാളിന്തി കടക്കവേ കണങ്കാലുയരം മാത്രമായി ജലമൊതുങ്ങി നിന്നു. പ്രസുപ്ത പശുപാലികാം നിഭൃതം ആരുദത് ബാലികാം അപാവൃത കവാടികാം പശുപവാടികാം ആവിശൻ ഭവന്തമയമർപ്പയൻ പ്രസവതൽപകേ തത്പദാത് വഹൻ കപടകന്യകാം സുപുരമാഗതോ വേഗതഃ. രാത്രി നേരം നന്ദഗൃഹത്തിൽ ഗോപിമാരുറങ്ങിക്കിടക്കവേ ഒരു ശിശുവിൻ നേത്തകരച്ചിലും തുറന്നിട്ടിരുന്ന വാതിലുകളും വസുദേവരെ അവിടെയൊരു പ്രസവ കിടക്കയിലേക്കാനയിച്ചു. അവിടെ തൻ ശിശുവിനെ കിടത്തി ആ തൽപ്പത്തിൽ നിന്നും യോഗമായ ദേവിയാം പെൺകുഞ്ഞിനെ കൈകളിലേന്തി വേഗം നടന്നു വസുദേവർ കാരാഗ്രഹത്തിൽ മടങ്ങിയെത്തി. തതസ്തനുജാരവക്ഷപിത നിദ്രവേഗദ്രവത് ഫടോത്കര നിവേദിത പ്രസവ വാർത്തയൈ വാർത്തിമാൻ വിമുക്ത ചിഗുരോത്കരസ്ത്വരിതമാപതൻ ഭോജരാട് അതുഷ്ട ഇവ ദൃഷ്ടവാൻ ഭഗിനികാകരേ കന്യകാം. തവ ഭഗിനിയാം ശിശുവിൻ കരച്ചിൽ കേട്ടു ഭടന്മാരറിയിച്ചു. ദേവകീ ദേവി എട്ടാമതും പ്രസവിച്ച വാർത്ത കംസനയതിദ്രുതം. പേടിച്ചു ഭോജരാജൻ ഓടിയെത്തിയവിടെ മുടിയൊതുക്കാതെ പ്രാണഭയചകിതനായി മനഃശാന്തി പോയപ്പോൾ അപ്പോൾ കണ്ടു വിസ്മയത്തോടെ തന്നനുജ ദേവകി തൻ കയ്യിലൊരോമന പെൺകുഞ്ഞിനെ. ധ്രുവം കപടശാലിനോ മധുഹരസ്യ മായാ ഭവേത് അസാവിധി കിശോരികാം ഭഗിനികാകരാലിംഗിതാം ദ്വിപോ നളിനികാന്തരാദിവ മൃണാളികാമാക്ഷിപൻ അയം ത്വദനുജാം അജാമുപലപട്ടകേ പിഷ്ടവാൻ. എട്ടാമതു ജനിച്ചവളീ പെൺകൊടി കപടശാലി വിഷ്ണുവിൻ മായ തന്നെയെന്നു ചൊല്ലി കംസൻ ദേവകീ ദേവി കയ്യിലടുക്കി പിടിച്ചതാം ശിശുവിനെ അങ്ങേ അനുജ അജയാകും മായാരൂപിണിയെ മദയാന താമരത്തണ്ടു പറിക്കുമ്പോൾ പെട്ടെന്നെടുത്തു പാറമേലടിച്ചു കൊല്ലുവാനൊരുങ്ങി. തതോ ഭവതുപാസകോ ഛടിതി മൃത്യുപാശാദിവ പ്രമുച്യതരസൈവ സാ സമധിരൂഢരൂപാന്തര അധസ്ഥലം അജഗ്മുഷി വികസദഷ്ടബാഹുസ്ഫുരൻ മഹായുധമഹോ ഗതാകില വിഹായ സാദിത്യുതേ. ത്വദ്ഭക്തർ മൃത്യുപാശത്തിൽ നിന്നും പെട്ടെന്നു മുക്തരാവും പോലെയാ ശിശു യോഗമായാ ദേവി ക്ഷണത്തിൽ കുതറിമാറിയ ഖലന്റെ പിടിയിൽ നിന്നും ഭൂമിയിൽ പതിക്കാതെ മാനത്തേക്കുയർന്നു പോയി. പ്രോജ്വലമാം ദിവ്യരൂപം ധരിച്ചു കൈകളെട്ടിലും വെട്ടിത്തിളങ്ങും ആയുധങ്ങളുമായി ഉയരെ വിളങ്ങി നിന്നു. നൃശംസധര കംസത്തെ കിമു മയാ വിനിഷ്പിഷ്ടയാ ബഭൂവ ഭവദന്തക ക്വജന ചിന്ത്യതാം തേ ഹിതം ഇതി തദനുജാ വിഭോ ഖലമുദീര്യതം ജഗ്മുഷീ മരുദ്ഗണപണായിത ഭുവിജ മന്ദിരാണ്യേയുഷീ. അതിക്രൂര കംസ ഖല നിന്റെ വൃഥാ പരാക്രമമെന്തിനായി? എന്നെ എറിഞ്ഞു തല തകർത്തു കൊന്നിട്ടെന്തു നേടാൻ? നിന്റെ അന്തകൻ ഭൂജാതനായി കഴിഞ്ഞു. നിനക്കിനി എന്തു ഹിതമെന്നു നന്നായി ചിന്തിക്ക.
എന്നരുളി മറഞ്ഞാൾ തവ സോദരി വിണ്ണവർ സ്തുതിച്ചു നിൽക്കേ. ഏവം ദേവിയെത്തി സ്വധാമത്തിലും പിന്നെ ഭക്തർക്കുപാസിക്കാൻ ഭൂമിയിൽ ദിവ്യക്ഷേത്രങ്ങളിൽ കുടിയിരുന്നു. പ്രഗേ പുനരഗാത്മജാ വചനവീരിതാ ഭൂഭുജ പ്രലംബഭഗപൂതനാ പ്രമുഖദാനവാമാനിന ഭവന്നിധനകാമ്യയാ ജഗതി ബഭ്രമുർനിർഭയാ കുമാരക വിമാരകാഃ കിമിവ ദുഷ്കരം നിഷ്കൃപൈഃ. പ്രഭാതമായപ്പോൾ പരിഭ്രമചിത്തനായി കംസൻ യോഗമായ തൻ ശാസനാവാക്കുകൾ പ്രലംബൻ ഭഗൻ പൂതനാതിരു ദുഷ്ടരാക്ഷസരെ അറിയിക്കവേ, ദുരഭിമാനികളാം അവരങ്ങയെ കണ്ടെത്തി വധിക്കാനുറച്ചു. ചുറ്റിത്തിരിഞ്ഞു ഭയം വിനാ നാട്ടിലാകെ ശിശുക്കളെ കണ്ടെത്തി നിഷ്കരുണം കൊന്നു ഭീതി വിതച്ചു ദുഷ്ടർ. കാരുണ്യഹീനർക്ക് ദുഷ്കൃത്യങ്ങൾ എത്ര നിഷ്പ്രയാസം. തതഃ പശുപമന്ദിരേ ത്വയി മുകുന്ദനന്ദപ്രിയാ പ്രസൂതി ശയനേശയെ രുദതി കിഞ്ചിദഞ്ജത്പദേ വിബുദ്ധ്യ വനിതാ ജനൈഃ തനയ സംഭവേ ഘോഷിതേ മുദാ കിമു വദാമ്യഹോ സകലമാകുലം ഗോകുലം. മോക്ഷദായക വിഭോ നന്ദഗ്രഹത്തിലങ്ങു ശിശുവായി യശോദാദേവി തൻ ശയ്യയിൽ കിടന്നു കൈകാൽ കുടഞ്ഞു കരഞ്ഞു തുടങ്ങവേ, ഗോപസ്ത്രീകൾ ഉറക്കമുണർന്നു പുത്രജനന വാർത്തയറിഞ്ഞു പറഞ്ഞു ഘോഷിച്ച നേരം സന്തോഷമെന്തു പറയാൻ നാടാകെ ഇളകി മോദാൽ. അഹോ ഖലു യശോദയാ നവകളായ ചേതോഹരം ഭവന്തമലവന്തികേ പ്രഥമമാപി ബന്ധ്യാദൃശ പുനസ്തനഭരം നിജം സപതി പായയന്ത്യാമുദാ മനോഹരതനുസ്പൃശ ജഗതി പുണ്യവന്തോജിതാ. അഹോ വിസ്മയം, കളായ കുസുമകാന്തി തൂകും കുഞ്ഞിനെ ചാരേ കൺകുളിർക്കെ കണ്ടാസ്വദിച്ചും ചുരന്നു നിറയും മുല കുടിപ്പിക്കാൻ മുതാവെമ്പിയും സഹർഷം ചെഞ്ചോരിവായിൽ പാൽ കൊടുത്തും പൂമേനിമെല്ലെ വീണ്ടും വീണ്ടും തലോടിയും കിടക്കും യശോദാമ്മതൻ പുണ്യമെത്ര ഭാഗ്യാതിരേകം. ജയിപ്പൂ സ്ത്രീജന്മം ഭൂവിതിലെത്ര പുണ്യാതിരേകം. ജയിപ്പൂ സ്ത്രീജന്മം ഭൂവിതിലെത്ര പുണ്യാതിരേകം. ഭവത്കുശലകാമ്യയാ സഖലു നന്ദഗോപസ്തദാ പ്രമോദഭരസങ്കുലോ ദ്വിജകുലായ കിം ന ആദദാത്. തഥൈവ പശുപാലകാ കിമു ന മംഗളം തേ നിരേ ജഗത്രിദയ മംഗളത്വമിഹ പാഹി മാമയ്യാത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സന്തോഷാധിക്യം പൂണ്ടു വിപുലം ദാനം ചെയ്തു സമൃദ്ധം പുത്ര സൗഭാഗ്യകാംക്ഷയാ ഭൂസുരർക്കായി നന്ദഗോപർ. മറ്റു ഗോപന്മാരും ചെയ്തു മംഗളകർമ്മങ്ങളനേകം മുതാ. മൂലോകങ്ങൾക്കും മംഗളം നൽകും ഭഗവാനേ, കൃപയാ അവിടുന്നിപ്പോളൻ രോഗപീഠകൾ മാറ്റി രക്ഷിക്കണേ. മൂലോകങ്ങൾക്കും മംഗളം നൽകും ഭഗവാനേ, കൃപയാ അവിടുന്നിപ്പോളൻ രോഗപീഠകൾ മാറ്റി രക്ഷിക്കണേ. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ.